ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഞ്ജുശ്രീ കുക്കിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം. വെറും 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കാം. ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി 1 കപ്പ് ഗോതമ്പ് മാവ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നന്നായിട്ട് പഴുത്ത 2 പഴമാണ്. പിന്നെ വേണ്ടത് 1/4 കപ്പ് പഞ്ചസാര. പിന്നെ 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ചേർക്കുന്ന സമയത്ത് കാണിച്ചു തരാം. മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് പഴം ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുക. ഞാനിവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പഴവും ഞാൻ ഇതേപോലെ തന്നെ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ പൊടിച്ചെടുത്തപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടിയത്. അപ്പോൾ നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പഴത്തിൻ്റെ നല്ല വലിയ പഴമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലതായിട്ട് മോയ്സ്ചറുള്ള പഴമാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് കിട്ടും, വെള്ളം ചേർക്കേണ്ടി വരില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം. അതിലേക്കിപ്പോൾ 1 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുത്തു. ഇത് ഓപ്ഷണലാണ്. ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ 5 ഏലക്ക ഒന്ന് പൊടിച്ചെടുത്തത് അതുകൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ നമ്മളുടെ അടുത്ത് സമയം ഉണ്ടെങ്കിൽ ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നന്നായിരിക്കും. കാരണം ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10 മിനിറ്റ് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അധികം ഓയിൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതൊന്ന് ചൂടായി വരണം. ഒരു മീഡിയം ടു ലോ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എണ്ണ ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കൈകൊണ്ട് തന്നെ ചെറിയ ചെറിയ ഡ്രോപ്പ് പോലെ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിം ആവാതിരിക്കാനും ഇതുപോലെ ഒരുപാട് ലോ ഫ്ലെയിം ആവാതിരിക്കാനും ശ്രദ്ധിക്കണം. അങ്ങനെ വരുവാണെങ്കിൽ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. എന്നിട്ട് ഒരു സൈഡ് നന്നായിട്ടായി വരുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ 2 സൈഡ് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിതൊന്ന് മാറ്റിയെടുക്കാൻ പോവുകയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് വെറും 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. മാത്രമല്ല ഇതിൽ നമ്മൾ പഴവും അതേപോലെ ഗോതമ്പ് പൊടിയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതേപോലെ നല്ല ടേസ്റ്റിയുള്ള നല്ല വീർത്തിരിക്കുന്ന സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. ഇതേപോലെ ഞാൻ അടുത്ത ട്രിപ്പ് കൂടെ തയ്യാറാക്കിയെടുക്കാൻ പോവുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് അതിനടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം വേറൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.